അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹത്വാണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മുത്തുനബി ജനാബത്തിനെ പറ്റി പ്രസംഗിച്ചു. ആ ജനാബത്തുള്ള ആള് അഥവാ ഹൈള് കഴിഞ്ഞാൽ, ഹൈള് തീർന്നാൽ സ്ത്രീകൾ കുളിക്കണം, അവൾക്ക് ജനാബത്തുണ്ട്. ലൈംഗികമായി ഒരു പുരുഷന്റെ ഹഷ്ഫയുടെ ഭാഗം ഒരു പെണ്ണിന്റെ ഗുഹ്യഭാഗത്തേക്ക് കടന്നാൽ കലനമുണ്ടായില്ലെങ്കിലും രണ്ടുപേരും കുളിച്ചേക്കണം. ഇങ്ങനെ ജനാബത്ത് പല രൂപത്തിലുമുണ്ടാകും. ആ ജനാബത്തുണ്ടായ ആള് കുളിക്കണം. എവിടെയൊക്കെ വെള്ളമെത്തണം? ബാഹ്യമായ ഏരുകളിൽ മുഴുവനും വെള്ളമെത്തണം. മൂക്കിൽ നിന്ന് ഇങ്ങ് നോക്കിയാൽ കാണുന്ന ഭാഗമുണ്ടല്ലോ, തരിമൂക്കെന്ന് പറയുന്ന ഭാഗം, അതിന്റെ താഴെയുള്ള അതിന്റെ ഇപ്പുറമുള്ള മുഴുവൻ സ്ഥലത്തും വെള്ളമെത്തണം. ചുണ്ടുകളിൽ വെള്ളമെത്തണം. വായന്റെ ഉള്ളിൽ വെള്ളമെത്തൽ നിർബന്ധമില്ല, സുന്നത്താണ്. ബിന്ദുവാരത്തിൽ നാം മനഹരിക്കുമ്പോൾ അതാ നാം ശ്വാസം പിടിച്ചുകൊണ്ട് മനഹരിക്കണമെന്ന് ഫത്ഹുൽ മുഈനിലും തുഹ്ഫയിലും പറയുന്നു. കാരണം അതിന്റെ ചുളിവുകളിൽ നജസുണ്ടാകും. അതുകൊണ്ട് ശ്വാസം പിടിച്ചുകൊണ്ട് മനഹരിക്കണം. എന്നിട്ട് ശുദ്ധിയായിട്ട് മാത്രമേ ശ്വാസം വിടാവൂ. ഇങ്ങനെയൊക്കെ ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. ഈ ഏരിയകൾ മുഴുവനും ജനാബത്തിൽ വെള്ളമെത്തണം. നിന്ന് കുളിച്ചാൽ കുളിക്കുന്നവരുടെ ജനാബത്ത് ബിന്ദുവാര ഭാഗത്തുള്ള ജനാബത്ത് ഉയരുന്നില്ല. ഇരുന്നു കൊണ്ട് ശ്വാസം പിടിച്ച് കഴുകണം. സ്ത്രീകൾ അവരുടെ രണ്ട് കാലുമ്മൽ ഇരുന്നാൽ അവളുടെ ഗുഹ്യഭാഗത്തിലേക്ക് ഒരാൾ നോക്കിയാൽ എത്ര ഭാഗം ഇങ്ങോട്ട് പ്രകടമാകുമോ? പൊന്തിച്ചിരുന്നാൽ, പലമ്മലോ മറ്റുമല്ല, പൊന്തിച്ചിരുന്നാൽ എത്ര ഭാഗം പുറത്തേക്ക് പ്രകടമാകാൻ സാധ്യതയുണ്ടോ അതിന്റെ ഉള്ളിലേക്ക് മുഴുവനും വെള്ളമെത്തൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ പെണ്ണിന്റെ ഹൈദ് കുളി സഹിയല്ല. അപ്പോൾ അവിടെ നിസ്കാരം സഹിയല്ല. ഒരു മുടിയുടെ ജനാബത്ത് ഉയർന്നില്ലെങ്കിൽ അവന്റെ ജനാബത്ത് ഉയരാത്തത് കൊണ്ട് നിസ്കാരം സഹിയല്ല. നിസ്കാരത്തിന് കുറ്റണ്ട് എന്നല്ല, നിസ്കാരം സഹിയല്ല. ഒന്നു ഇല്ലാതെ നിസ്കരിച്ചവനാണോനെ, ഒന്നില്ലാതെ നിസ്കരിച്ചോൻ എങ്ങനെയാണോ അതുപോലെയാണ് അവനെ. വളരെ സൂക്ഷിക്കേണ്ട കേസല്ലേ അത്. മുടിക്ക് ചായം കൊടുക്കുന്ന ആളുകളുണ്ട്, അത് ഇസ്ലാമിൽ കടുത്ത തെറ്റാണ്. മീശക്ക് ചായം കൊടുത്ത കറുപ്പ് ചായം കൊടുക്കുന്നവരുണ്ട്, അത് ഇസ്ലാമിൽ തെറ്റാണ്. അത് തടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമാണ്. ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ ഇക്കാര്യം പറയുന്നു. അയിമ്മത്ത് ഒക്കെ പറയുന്നു, താടിക്കും മുടിക്കും തലമുടിക്കും അതുപോലെ തന്നെ മീശക്കും കറുത്ത ചായം കൊടുക്കുന്നത് ഹറാമാണ്. ആ ചായത്തിന്റെ കൂട്ടത്തിൽ അത് തടിയുള്ള ചായമാണെങ്കിൽ, ഒരിനം പൈന്റ് ആണെങ്കിൽ അത് ഹറാമിന്റെ പുറമെ അവന്റെ നിസ്കാരം സഹിഹല്ല. സുബ്ഹാനല്ലാഹ്. പല വീടുകളിലും ചെല്ലുമ്പോ അവരുടെ ബാത്റൂമുകളിലൊക്കെ പോയാൽ കണ്ണടന്റെ അരിയിൽ ഈ കറുത്ത ചായം എന്നും തേക്കാണ് ഈ മനുഷ്യൻ. എന്തേ ചെറുപ്പക്കാരനായി നടക്കണം? ഏ മനുഷ്യ, അല്ലാഹു നിന്നെ എന്ത് ചെയ്യുമെന്ന് നീ ചിന്തിക്കുന്നില്ല. കാരണം കറുത്ത ചായം കൊടുക്കൽ ഹറാം. എന്നാ ചായം രണ്ടിനമുണ്ട്. ആ മുടിയെ വലയം ചെയ്യുന്ന തടിയുള്ള ചായം അത് ഇറങ്ങുന്നുണ്ട്, തടിയില്ലാത്ത ചായം. രണ്ട് ചായമായിരുന്നാലും കറുപ്പാണോ ഹറാമാണ്, തെറ്റാണ്. എന്നാൽ കറുപ്പല്ലാത്ത മൈലാഞ്ചിയാണെങ്കിൽ, അതുപോലുള്ള കളറാണെങ്കിൽ സുന്നത്താണ്. മൈലാഞ്ചിയുടെ സുന്നത്താണ്. ഇത് വെളുത്ത മുടിക്ക് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചത് കാണാം. അത് ബറക്കത്തുള്ളതാണ്. വേറെ പറ്റൂല, ചായം കൊടുക്കാൻ പറ്റൂല. ആ ചായം തടിയുള്ളതാണെങ്കിലോ ഹറാമിന്റെ പുറമേ നിസ്കാരം സഹിയല്ല, ജനാബത്ത് കുളി സഹിയല്ല. വല്ലാത്ത മുസീബത്തല്ലേ ഇത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി അത് പ്രസംഗിച്ചു. അവിടുന്ന് അങ്ങ് വഅള് പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചുപോയി. സുബ്ഹാനല്ലാഹു മിൻ സമ്മ ആദൈതു ശഅറ റഅസി. മുത്തിന്റെ പ്രസംഗം കേട്ടതാണ് കണക്ക്. അന്ന് മുതൽ ഞാൻ എന്റെ തലമുടിക്ക് ശത്രുവായി മാറി. തലമുടിക്ക് ശത്രുവായി. ഹദീസിൽ കാണാം, ഫകാന യഹ്ലിഖു കുല്ല ജുമുഅ ഐ കുല്ല ഉസ്ബൂ. എല്ലാ ആഴ്ചയിലും തലമുടി കളയുന്നവരായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. മുത്തുനബിന്റെ
4-ാം സ്റ്റേജുള്ള സ്വഹാബി. സഹാബാക്കള് 1,24,000 ഉണ്ടെന്ന് മഹാനായ ശിഹാബുദ്ദീൻ ഖല്ലൂബി തങ്ങൾ പറയുന്നു മഹല്ലിയുടെ വിശദീകരണത്തിൽ. 1,24,000. അല്ലാഹ്, അതിലേറ്റവും ചെറിയ